ഒരു നേരത്തെ ആഹാരത്തിനാണ് മധു ജീവൻ കൊണ്ട് വില നൽകേണ്ടി വന്നത്. ഇന്ത്യയൊട്ടാകെ വിഷയം ചർച്ചയായി. ലോകത്തിന് മുന്നിൽ തന്നെ കേരളം ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വന്നു. 5 വർഷങ്ങൾക്കിപ്പുറവും കേസിൽ വിധി വന്നിരിക്കുന്നു. പ്രതികളായ 16 പേരിൽ 14 പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. ഒടുവിൽ മധുവിന് നീതി കിട്ടിയെന്ന് സമൂഹം ആശ്വസിക്കുകയാണ്. അപ്പോഴും കൈകൾ ബന്ധിക്കപ്പെട്ട് ദൈനംദിനതയോടെ ചുറ്റിലും ഉറ്റുനോക്കി ആ മുഖം ബാക്കി വെക്കുന്ന നൊമ്പരം കേരള മനസാക്ഷിയെ അലോസരപ്പെടുത്തുന്നത് തന്നെയാണ്. ആഹാര സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് ആൾക്കൂട്ട വിചാരണ നേരിടേണ്ടി വന്ന മധു നിസ്സഹായനായി മനോദൗർബല്യമുള്ള അതിദരിദ്രനായ ഒരു 27-കാരനായിരുന്നു. സാംസ്കാരിക പ്രബുദ്ധതയ്ക്ക് പേര് കേട്ട കേരളത്തെ ഒന്നാകെ നാണക്കേടിന്റെ ആഴങ്ങളിലേക്ക് തള്ളിവിടാൻ ആ സംഭവം കാരണമായി. മധുവിനെ വിചാരണ ചെയ്യുന്നത് ആൾക്കൂട്ടത്തിന്റെ ആക്രോശങ്ങൾക്ക് മുൻപിൽ നിസ്സഹായനായ ഒരു മനുഷ്യൻ ദൈനംദിനതയോടെ നിൽക്കുന്നത്, കൊടും കുറ്റവാളി എന്ന മുദ്ര കുത്തി അയാളെ മർദ്ദിക്കുന്നതൊക്കെ ദൃശ്യങ്ങളായി കേരള ജനതയ്ക്ക് മുമ്പിൽ എത്തി. അത് ലോകമാകെ കണ്ടു. അങ്ങനെ കേരളം നാണം കെടുകയാണ്. മധുവിന് നീതി കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. മധു എന്ന ചെറുപ്പക്കാരൻ ഇപ്പോഴും നീതിക്കായി തേടുകയാണ്. ഇപ്പോൾ മൃദുല ദേവി ഇപ്പോൾ നമുക്കൊപ്പം ടെലിവിഷൻ ഈ തത്സമയം ചേരുകയാണ്. ശ്രീ മൃദുല ദേവി, ഈ മധുവിന് നീതി കിട്ടിയെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? പ്രതികളെല്ലാം തന്നെയും കുറ്റക്കാരാണ്. അതിനകത്ത് 2 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷ കിട്ടുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ നീതി കിട്ടിയൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ഘട്ടം വരെ. കാരണം ജഡ്ജ്മെന്റ് കണ്ടിട്ടില്ല. എത്തരത്തിലുള്ള ശിക്ഷയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അതൊന്നും നമ്മൾ പരിശോധിക്കാതെ നീതി കിട്ടി എന്നുള്ളത് ഇപ്പം തലക്കെട്ടുകളാണ് നീതി കിട്ടി എന്ന് പറയുന്നത്. അത് തലയെടുപ്പ് ആഗ്രഹിക്കുന്നവർ ചെയ്യുന്നതാണ്. ഞാൻ ആ പക്ഷത്തിലുള്ള ഒരാളല്ല. ഇന്ത്യയിലെ ഇൻഡിജിനസ് വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളത് സവിശേഷവും സ്വാഭാവികവുമായ പ്രത്യേക പരിഗണനയും നീതിയുമാണ്. അതിവിടെ നടപ്പാക്കിയിട്ടുണ്ടോ എന്നുള്ളതിനകത്ത് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന് ആൾക്കൂട്ടം വിചാരണ ചെയ്യുവാൻ വേണ്ടി പിടിച്ചതിനെ അത് കൊലപാതകമാണെന്ന് കണ്ടെത്തുവാൻ കോടതിക്ക് കഴിയുന്നില്ലായിരുന്നു എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് കോടതിക്ക് എത്തിച്ചേരേണ്ടി വരില്ലായിരുന്നു. ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ മാനിക്കുന്നു. കാരണം അവർക്ക് മുമ്പിൽ എത്തുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്തരം വിധി പുറപ്പെടുവിക്കാൻ സാധിക്കൂ. പക്ഷേ നമ്മുടെ ഇൻവെസ്റ്റിഗേഷന്റെ എല്ലാ ഘട്ടങ്ങളിലും വളരെ കൃത്യമായ രീതിയിൽ വരിഞ്ഞു മുറുക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അടച്ചുകൊണ്ട് ഒരു അന്വേഷണമായിരുന്നു നടന്നിരുന്നെങ്കിൽ വിധി ഇങ്ങനെ ആവില്ലായിരുന്നു. ഇന്ന് തന്നെ നമുക്ക് ഇവർക്ക് പരമമായ ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു വിധി നമുക്ക് ലഭിച്ചേനെ. ഇപ്പൊ ഇതിലെ പ്രതികൾ എന്ന് പറയുന്നവർക്ക് അപ്പീൽ പോകാമല്ലോ. കാരണം അപ്പീൽ പോകുന്നതിടത്ത് ഈ അപ്പീൽ പോകുന്ന സ്ഥലത്തൊക്കെ അതായത് കീഴ്ക്കോടതിയിൽ നിന്നും ഇത് അപ്പീൽ പോകുന്നിടത്തൊക്കെയും ഈ പ്രതികൾ എത്തുമ്പോൾ അവിടെ ഒക്കെയും സർക്കാർ കൃത്യമായ നിയമ ഇടപെടലുകളുമായി നിന്നുകൊണ്ട് അവർ കണ്ടെത്തിയ ആ വിധി കൃത്യമാണെന്നും അതനുസരിച്ചുള്ള പണിഷ്മെന്റ് ഉറപ്പാക്കുവാനും ഈ സർക്കാർ കൂടെ നിൽക്കുകയും അതനുസരിച്ച് അത് വാങ്ങിക്കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നീതി കിട്ടി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇന്നത്തെ ഒരൊറ്റ തലക്കെട്ടിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയകളൊന്നും ആഘോഷിക്കുന്ന ആ നീതിപക്ഷത്തല്ല എന്റെ സാമൂഹിക അവബോധം നിലകൊള്ളുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ മധുവിൻ്റെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം പാലക്കാട് SP അടക്കം പരാതി നൽകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ മണ്ണാർക്കാട് കോടതിയിലേക്ക് കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 29-ാം തീയതി പോകുന്ന സമയത്ത് പോലും നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ ആ പാവപ്പെട്ട കുടുംബത്തെ ആക്രമിക്കാൻ വരുന്ന സമൂഹം, അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നൊരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിൻ്റെ സംരക്ഷണമൊക്കെ മധുവിൻ്റെ അമ്മ മല്ലി തേടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സമൂഹം ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയല്ലേ ഈ സംഭവത്തെ സൂചിപ്പിക്കുന്നത്? സംഭവത്തിന്റെ നല്ല ഒരു കാലത്തും സമൂഹത്തിന് മാറ്റം ഉണ്ടായിട്ടില്ല. അപ്പൊ മധുവിന്റെ ഒരു വലിയ കേസ് ഇവിടെ വരികയും അതിന്റെ പേരിൽ ഭക്ഷണം ഇതിനെ വിശപ്പ് കൊണ്ട് മധു മരിച്ചതായിട്ടും വിശന്ന മധു ഇത് വിശപ്പുമായിട്ടും അല്ലെങ്കിൽ മോഷ്ടിച്ചതുമായിട്ടും ബന്ധപ്പെട്ടാണ് എല്ലാവരും ഈ കേസുകൾ വിലയിരുത്തിയത്. പക്ഷെ എന്നെ പോലെയുള്ളവരെ അങ്ങനെയല്ല അതിനെ വിലയിരുത്തുന്നത്. ആദിവാസി ആയതുകൊണ്ട് മാത്രം കൊല്ലപ്പെട്ടതാണ് ഒരു കേസായിരുന്നു അത്. അപ്പം അന്ന് അത്രമേൽ വലിയ ഒരു വളരെ ഒരു കേരള ജനത മുഴുവനെയും പിടിച്ചു കേരളം കരയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ അതേ കേരളത്തിൽ തന്നെയല്ലേ വിശ്വനാഥന് മരിക്കേണ്ടി വന്നത് ഈ കഴിഞ്ഞ ദിവസം.
അപ്പൊ പിന്നെ കേരളം മാറിയിട്ടുണ്ടോ? കേരളമൊന്നും മാറിയിട്ടില്ല. കേരളത്തിന്റെ ജാതി വംശീയ വർഗീയ സ്വഭാവം മാറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വീണ്ടും ഇന്ത്യജന സമൂഹങ്ങൾ ഇവിടെ അപമാനിക്കപ്പെട്ടില്ലായിരുന്നു, വിശ്വനാഥൻ മരണപ്പെടുകയില്ലായിരുന്നു. മധുവിന്റെ തുടർച്ച വീണ്ടും ഇങ്ങനെ, ഇത് മധുവല്ല, ഇതിനു മുൻപ് മണിക് സർക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കേരളത്തിനകത്ത് വന്നുകൊണ്ടാണ് അസം സ്വദേശിയായിരുന്നു എന്ന് തോന്നുന്നു. ഇന്ത്യജന വിഭാഗങ്ങൾ തല്ലിക്കൊല്ലപ്പെടുന്നുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. കാട്ടാന് ചവിട്ടിയാണ്, കടന്നൽ കുത്തിയതാണ്, വെള്ളച്ചാട്ടത്തിൽ ഒലിച്ചു പോയാണ്, അല്ലെങ്കിൽ അമിത മദ്യപാനം മൂലം തല കറങ്ങി വീണു, പിന്നെ അതിന്റെ കൂടെ ബസ് കയറി മരിച്ചു. ഇത്തരത്തിലൊരു വിധി കാണേണ്ടി വന്നില്ല. ഇതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ദലിത് ആദിവാസി സമൂഹങ്ങൾക്കിടയിൽ നിന്നും തന്നെയുള്ള വളരെ ശക്തമായ അവബോധം ഉണ്ടാവുകയും അവർ സ്വന്തം നിലയിൽ കാശ് മുടക്കിക്കൊണ്ട് അഭിഭാഷകരുമായി രംഗത്ത് വരികയോ, എഴുത്തുകാരും ചിന്തകരും കവികളും സാംസ്കാരിക പ്രവർത്തകരും വളരെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുകയും അത്തരത്തിൽ സെൻസേഷണലായ ഒരു വിഷയത്തെ വളരെ അക്കാഡമിക്കായി അവതരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണെന്നും കേരളത്തിന് ഇപ്പൊ ബോധ്യമായിട്ടുണ്ട്. കേരളത്തിലെ കുറച്ചു പേർക്കെങ്കിലും അതിനോട് സമരസപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അതിനോട് അവർക്ക് അവരുടെ എഴുത്തുകളും പറച്ചിലുകളും ജ്ഞാനബോധങ്ങളും വെച്ചുകൊണ്ട് ഒരു ദലിത് ആദിവാസി ലൈക്ക് മൈൻഡഡ് സമൂഹത്തെ സൃഷ്ടിക്കുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കൂട്ടായ്മ രൂപപ്പെട്ടതിനെ തള്ളിക്കളയുവാനായിട്ട് ഇന്നത്തെ കേരളത്തിന്റെ സാംസ്കാരിക സമൂഹത്തിന് കഴിയാത്തതിന്റെ ഭാഗമായാണ് ഹത്രാസ് വാളയാർ പോലെ ഈ കേസ് വലിയ ശക്തമായി പോകാതെ ന്യൂട്രൽ ലാട്ടപ്പം വന്നിരിക്കുന്നത്. ഈ കേസ് വിധി എന്ന് പറയുന്നത് നമ്മുടെ കോടതി തെളിവ് കോടതി ആയതുകൊണ്ട് തെളിവ് കോടതിക്കകത്ത് കിട്ടുന്ന തെളിവുകൾ സമാഹരിച്ചുകൊണ്ട് മാത്രമാണ് കോടതിക്ക് വിധി നടപ്പാക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് അതാണ് അന്ത്യവിധിയെന്നോ അതിന്മേൽ ഇവർ അപ്പീല് പോകാതിരിക്കുമെന്നോ, പ്രതികൾ അപ്പീല് പോകുന്ന സമയത്ത് സർക്കാർ കൂടെ എത്തുമെന്നൊന്നും എനിക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം പ്രതികൾക്ക് അപ്പീല് പോകുവാനുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. എന്നാൽ അതേ സമയത്ത് മധുവിന്റെ സഹോദരിയും അമ്മയും ഈ കേസ് അവർ നീതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെ ഇപ്പോഴും പറയുന്നുണ്ട്. അവർ മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം പൊതുസമൂഹം കൈകോർക്കുമെന്നും, അല്ല ഞങ്ങളുടെ പാർട്ടിയായിരുന്നു അത് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിപക്ഷമായിരുന്നു അത് ചെയ്തെന്ന് എന്നുള്ള വാഗ്വാവിളികളാണോ കൂടുതൽ കേരളം പോയി നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അതാണ് അരികുവൽക്കരണം. ആ അരികുവൽക്കരണത്തെ എത്ര പേർക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നീതിപാതയിലേക്ക് പോകാൻ പറ്റും എന്നുള്ളിടത്താണ് നമ്മളുടെ സാംസ്കാരികത കൊണ്ടുവരേണ്ടത്. വളരെയധികം നന്ദി ശ്രീ മൃദുല ദേവി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളി ചേരുകയാണ്. ഫാദർ അഗസ്റ്റിൻ വട്ടോളി, ഈ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു നേരത്തെ ആഹാരത്തിനായിട്ട് വിശപ്പകറ്റാൻ വേണ്ടിയാണ് അവൻ ആ സാധനങ്ങൾ എടുത്തത്. പക്ഷേ നീചരായ മനുഷ്യക്കൂട്ടങ്ങൾ അവനെ ക്രൂരമായി തന്നെ കൊന്നുകളഞ്ഞ സാഹചര്യമുണ്ടായി. ഇപ്പോഴിതാ അവന് നീതി കിട്ടി എന്ന് നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. നാളെ ശിക്ഷ വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങേക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുവാനുള്ളത്? കേരള സമൂഹത്തിൽ ഈ മധുവിന് നീതി കിട്ടുമെന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു മധുവിന്റെ കൊലപാതകം. മധുവിനെ കൊന്നു എന്നുള്ളത് അത് കേരള സമൂഹത്തിന്, ഇത്രയും സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന സമൂഹത്തിന്, ഇത്രയും സാക്ഷര സമൂഹത്തിന്, ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സമൂഹത്തിന് അത് എത്രയും അപമാനകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു മധുവിന്റെ കൊലപാതകം. അതിനു മുമ്പ് മുത്തങ്ങയിൽ വെടിവെച്ചു എന്നുള്ളതായിരുന്നു കേരള സമൂഹത്തിന് ഏറ്റവും അപമാനകരമായ കാര്യമായിരുന്നത്. അപ്പോ ഓരോ ഘട്ടത്തിലും ഈ ആദിവാസി സമൂഹങ്ങളോട് കേരള സമൂഹം, പൊതുസമൂഹം എടുത്ത നിലപാടുകൾ വളരെ വേദനാ നിർഭരമായിരുന്നു, വളരെ അപമാനകരമായിരുന്നു. ഈ അപമാനത്തിന് ഒരു ആശ്വാസം നൽകുന്ന വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ കേസ് അട്ടിമറിഞ്ഞ് പോകുമായിരുന്നു. കാരണം ഇതിന്റെ തുടക്കത്തിൽ മുഴുവൻ സാക്ഷികൾ കൂറുമാറുന്നതാണ് നമ്മൾ കണ്ടത്. ഒന്നൊന്നായി എല്ലാ സാക്ഷികളും കൂറുമാറുന്നത് നമ്മൾ കാണുന്നു. അത് അട്ടിമറിക്കപ്പെടുന്നു. പ്രതികളാകുന്ന ഞാൻ ഈ കഴിഞ്ഞ മധു കൊലപാതകത്തിന്റെ 6ാമത്തെ വർഷം അതിന്റെ ഒരു ചടങ്ങിന് വേണ്ടി മുക്കാലിയിൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ കേട്ടത് പ്രതികൾ കടുത്ത ആത്മവിശ്വാസത്തോടു കൂടി അവർ വളരെ ഉശിരോടുകൂടി നടന്നിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇതിന്റെ വിചാരണയുടെ തുടക്കത്തിൽ. പക്ഷേ രാജേഷ് മേനോൻ എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ആ നിമിഷം തുടങ്ങി വളരെ പതുക്കെ ഈ വിഷയത്തിൽ നീതി കിട്ടുന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുപോകപ്പെടുകയായിരുന്നു. എന്തായാലും ഈ വിധി കേരള സമൂഹത്തിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു വിധിയാണ്. കാരണം ഇവിടെ പണമില്ലാത്തവൻ, ദരിദ്രൻ, പാർശ്വവൽകൃതൻ, സമുദായത്തിന്റെ പിൻബലമില്ലാത്തവൻ, രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവൻ, അവന് ഒരിക്കലും നീതി കിട്ടില്ല. രാഷ്ട്രീയ സ്വാധീനമുള്ളവന്, പണമുള്ളവന്, ജനങ്ങളുടെ പിന്തുണയുള്ളവന് ഒക്കെ ആണ് ഇവിടെ നീതി കിട്ടുക.
അവരെന്ത് കാണിച്ചാലും ഇവിടെ നീതി കിട്ടില്ല എന്നുള്ള ഒരു രൂപപ്പെട്ടത്. അപ്പൊ വാളയാർ സമരത്തിൽ വാളയാർ കുഞ്ഞുങ്ങളുടെ നീതിക്ക് വേണ്ടി എറണാകുളം തുടങ്ങി തിരുവനന്തപുരം വരെ ഞങ്ങൾ നടക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് അന്ന് നടന്നപ്പോൾ ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഒരുപാട് സാധാരണ മനുഷ്യർ, മത്സ്യം വെച്ച് ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ, നിങ്ങൾ എന്തിനാണ് നടക്കുന്നത്, നിങ്ങൾ നടന്നിട്ടൊന്നും കാര്യമില്ല, അവിടുത്തെ ഭരണാധികാരികളോ ഭരണകൂടമോ നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പോടുകൂടി പറയുന്ന ഒരു ജനതയെ ഞങ്ങൾ കണ്ടുമുട്ടുകയുണ്ടായി. പക്ഷേ വാളയാർ കുഞ്ഞുങ്ങൾക്ക് ഇതുവരെ നീതി കിട്ടാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നില്ല. എങ്കിലും മധുവിന് നീതി കിട്ടി എന്നുള്ളത് ഒരു നമുക്ക് വളരെ സന്തോഷം നൽകുന്ന, ആശ്വാസം നൽകുന്ന, നമ്മുടെ മനസാക്ഷിക്ക്, കേരള സമൂഹത്തിന്റെ അപമാനകരമായ അവസ്ഥയ്ക്ക് ഒരല്പം ആശ്വാസം കിട്ടിയ ഒരു വിധിയാണ് ഇത് കിട്ടിയത്. അപ്പൊ ഇതിനു വേണ്ടി പരിശ്രമിച്ച, പ്രത്യേകിച്ച് ഈ വിധി വന്നിരിക്കുന്ന സമയത്ത് VM മാർസൻ എന്ന് പറയുന്ന ഒരു ദളിത് സാമൂഹ്യ പ്രവർത്തകനെ നമുക്ക് കാണാതിരിക്കാനും കേൾക്കാതിരിക്കാനും പറ്റില്ല. കാരണം അദ്ദേഹം ഈ വാളയാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ മധു ഈ വിഷയം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ രാജേഷ് മേനോനെ ഈ കേസിലേക്ക് കൊണ്ടുവരാനിടയായത്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു വളരെ വലിയ പരിശ്രമം കേരള ജനത നന്ദിയോടുകൂടി ഓർക്കേണ്ടതുണ്ട്. മാർസൻ എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനെ, അതോടൊപ്പം രാജേഷ് മേനോനെ പറ്റിയിട്ടാണ് ജസ്റ്റിസ് ചന്ദ്ര ഒരു കാര്യം പറയുകയുണ്ടായി. അദ്ദേഹം നാഷണൽ മീഡിയയോട് സംസാരിച്ച സമയത്ത് പറഞ്ഞു, ഒരു കേസ് നടത്തിപ്പിൽ നമുക്ക് ഏറ്റവും ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ മധുവിന്റെ കേസിന്റെ നടത്തിപ്പാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി. അപ്പോ വളരെ ശുഭോദർഹമായ, വളരെ ഒരുപക്ഷെ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിച്ച, അതായത് കൂറുമാറിയ സാക്ഷികളെക്കെതിരെ കേസ് വരുത്തി അവരെയും കൂടി ശിക്ഷിക്കുന്ന തരത്തിലേക്ക് ഈ കേസ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപക്ഷെ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് തുടങ്ങിയ ഒരു ഘട്ടത്തിൽ ഇതിനെ തിരിച്ചു പിടിച്ച് ഇത്തരത്തിലുള്ള ഒരു വിധി സമ്പാദിക്കാൻ ഈ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് വന്നത്. കേരള സമൂഹത്തിന്, കേരളത്തിന്റെ മനസാക്ഷിക്ക്, കേരളത്തിന്റെ നീതിബോധത്തിന്, കേരളത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക്, സാക്ഷരതയ്ക്ക് തീർച്ചയായിട്ടും ഇതൊരു ആശ്വാസം നൽകുന്ന വിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ മധു കേസുമായി ബന്ധപ്പെട്ട ഈ അമ്മ ലില്ലി കഴിഞ്ഞ ദിവസം പാലക്കാട് എസ്പിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അതായത് ഇപ്പോഴും ആ വേട്ടയാടപ്പെടുന്നവർ ഇപ്പോഴും അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. കാരണം 29-ാം തീയതി അവർക്ക് ഈ മണ്ണാർക്കാട് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു ജീപ്പ് പോലും കിട്ടാത്തൊരു സാഹചര്യം, അവരുടെ ജീപ്പ് ഡ്രൈവറിനെ വിലക്കുന്ന ഒരു സാഹചര്യം, ഒരു ഊര് വിലക്ക് എന്ന് പറയുന്ന രീതിയിലേക്ക് അധപ്പതിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അവിടുത്തെ ഈ കൊലപാതകികളുടെ ബന്ധുക്കൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ സ്നേഹിതൻ എന്ന് പറയുന്ന ആളുകൾ, ആ സമൂഹം ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ താങ്കൾക്ക് എന്താണ് അവരോട് പറയാനുള്ളത് ശരിക്കും? തീർച്ചയായിട്ടും ഇത് ഇപ്പോ ഞാൻ 2 വർഷം അട്ടപ്പാടിയിൽ സേവനം ചെയ്തു. ഞാൻ അവിടുത്തെ ഒരു പള്ളിയിലെ വികാരിയായിരുന്നു. ആ പള്ളിയിൽ സേവനം ചെയ്ത ഘട്ടത്തിൽ ഈ ആദിവാസി സമൂഹത്തോട് എത്രമാത്രം അറിഞ്ഞോടും നിന്നയോടും ഫാദർ, ഞാനിപ്പോ ഒരു നിമിഷം ഒന്ന് തിരികെ വരാം. അപ്പം VM മാർസൻ, അങ്ങ് അല്പസമയം മുമ്പ് ചൂണ്ടിക്കാട്ടിയ VM മാർസൻ ഇപ്പോൾ നമുക്കൊപ്പം തന്നെയുണ്ട്. മാർസൻ, ഇപ്പോൾ ഫാദർ അഗസ്റ്റിൻ വട്ടോളി പറയുമായിരുന്നു, താങ്കൾ ഒരുപാട് ഈ മധു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോരാടിയ ഒരാളാണ്. മധുവിന് നീതി ലഭിച്ചോ? യഥാർത്ഥത്തിൽ ഞാൻ പൂർണ്ണ തൃപ്തനല്ല ആ വിഷയത്തില്. കാരണം അത് എടുത്തു പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല്, ഇവിടെ ഈ പറയുന്ന കോടതി കുറ്റക്കാരെന്ന് പറഞ്ഞ ആളുകളെ കണ്ടെത്തി അതിനു വേണ്ടി പറഞ്ഞ കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്.